രാജ്യത്തെ തൊഴിൽ ശക്തിയിൽ വൻ വർധനമുണ്ടാക്കുന്ന തൊഴിൽ ബന്ധിത പ്രോത്സാഹന പദ്ധതിക്ക് കേന്ദ്രമന്ത്രിസഭാംഗീകാരം. പദ്ധതി എല്ലാ മേഖലകളിലും തൊഴിൽ സൃഷ്ടിയും തൊഴിലവസരക്ഷമതയും സാമൂഹ്യ സുരക്ഷയും മെച്ചപ്പെടുത്തും. സ്വകാര്യ മേഖലയിൽ ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഒരു മാസത്തെ വേതനം 15,000 രൂപ വരെ 2 ഗഡുക്കളായി ലഭിക്കുന്നതാണ് പദ്ധതിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. पार्ट 1 जो सपोर्ट टू फर्स्ट टाइमर्स, हम सब जानते हैं कि फर्स्ट टाइमर्स को बहुत सारी डिफ़िकल्टीज फेस होती है जब वो जॉब सर्च में जाते हैं. कॉस्ट भी लगती है जॉब सर्च में. उन सब को ध्यान में रखते हुए फर्स्ट टाइमर्स के लिए 1 महीने की सैलरी के बराबर सब्सिडी अप टू अ लिमिट ऑफ मैक्सिमम 15,000 रुपीज़ ये दी जाएगी, जो कि 2 इंस्टॉलमेंट्स में होगी, 6 महीने और 12 महीने के बाद में दी जाएगी. इससे एम्प्लॉयर्स को, कंपनीज को, दे विल बी एनकरेज टू हायर द फर्स्ट टाइमर्स. दूसरा इसका पार्ट है जो सस्टेन्ड एम्प्लॉयमेंट देते हैं 2 साल के लिए 3,000 रुपीज़ पर मंथ पर एम्प्लॉय. ये एक सपोर्ट मिलेगा. और जो मैन्युफैक्चरिंग इंडस्ट्रीज़ हैं उसमें यही सपोर्ट 4 साल के लिए मिलेगा और हर 6 महीने के बाद में पेमेंट मिलेगा. सो दैट मीन्स एक सस्टेन्ड एम्प्लॉयमेंट रहेगा. कई इसके फ़ायदे होंगे. लगातार एम्प्लॉयमेंट में रहने से स्किल का लेवल बढ़ता है, माइंड में एक सर्टेनिटी आती है, ओवरऑल ग्रोथ, जो कंपनी की ग्रोथ हो, एम्प्लॉय की ग्रोथ हो, दोनों एक सस्टेन्ड वे में चल पाए. 4.1 കോടി യുവാക്കൾക്ക് തൊഴിലും വൈദഗ്ധ്യവും മറ്റവസരങ്ങളും സുഗമമാക്കുന്നതിനുള്ള 5 പദ്ധതികളുടെ പാക്കേജിന്റെ ഭാഗമായി 2024-25 കേന്ദ്ര ബജറ്റിലാണ് ELI പദ്ധതി പ്രഖ്യാപിച്ചത്. ജോലി ചെയ്യുന്നവരെയും തൊഴിലുടമകളെയും കേന്ദ്രീകരിച്ചുള്ള 2 ഭാഗങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ തൊഴിലുടമകൾക്ക് 1 വർഷം മുതൽ 2 വർഷം വരെ ആനുകൂല്യങ്ങൾ നൽകും. കൂടാതെ നിർമ്മാണ മേഖലയ്ക്ക് 2 വർഷത്തേക്കു കൂടി വലിയ തോതിൽ ആനുകൂല്യങ്ങൾ നൽകും. പദ്ധതിയുടെ മൊത്തം ബജറ്റ് വിഹിതം 2 ലക്ഷം കോടി രൂപയാണ്. 99,446 കോടി രൂപ അടങ്കലുള്ള ELI പദ്ധതി 2 വർഷത്തിനുള്ളിൽ രാജ്യത്ത് 3.5 കോടിയിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിൽ 1.92 കോടി ഗുണഭോക്താക്കൾ ആദ്യമായി തൊഴിൽ മേഖലയിൽ പ്രവേശിക്കുന്നവരായിരിക്കും. 2025 ഓഗസ്റ്റ് 1-നും 2027 ജൂലൈ 31-നും ഇടയിൽ സൃഷ്ടിക്കപ്പെടുന്ന ജോലികൾക്ക് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ബാധകമാകും.